ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്ക് 5 വർഷത്തേക്ക് വിലക്ക്. പരീക്ഷാ ചുമതലകളിൽ നിന്നാണ് ലക്ഷ്മി നായരെ സർവകലാശാല സിൻഡിക്കേറ്റ് വിലക്കിയത്. ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് സർക്കാരിനോടും മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്തു. ഇത് സംബന്ധിച്ച പ്രമേയം സിൻഡിക്കേറ്റ് വോട്ടിനിട്ട് പാസാക്കി. മറ്റ് ഉപസമിതിയുടെ കണ്ടെത്തലുകളിലും സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു. ലോ അക്കാദമി പ്രിൻസിപ്പൽ ലക്ഷ്മി നായർക്കെതിരെയുള്ള കുറ്റപത്രമായിരുന്നു സർവകലാശാല സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലക്ഷ്മി നായരെ 5 വർഷത്തേക്ക് വിലക്കാനുള്ള തീരുമാനം സർവകലാശാല സിൻഡിക്കേറ്റ് സ്വീകരിച്ചത്. ഇന്റേണൽ മാർക്ക്, മാർക്കിടൽ, മൂല്യനിർണ്ണയം ഉൾപ്പെടെയുള്ള പരീക്ഷാ ചുമതലകളിൽ നിന്നാണ് അവരെ വിലക്കിയത്. ലക്ഷ്മി നായർക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കാൻ സിൻഡിക്കേറ്റ് സർക്കാരിനോടും മാനേജ്മെന്റിനോടും ശുപാർശ ചെയ്തു. ഇത് സംബന്ധിച്ച പ്രമേയം സിൻഡിക്കേറ്റ് വോട്ടിനിട്ടാണ് പാസാക്കിയത്. 2 UDF അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പ്രിൻസിപ്പാളിനെ മാറ്റാനും എന്നുള്ളൊരു വാചകം എഴുതി ചേർക്കണമെന്നാണ് സിൻഡിക്കേറ്റിലെ ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങൾ ഉന്നയിച്ചത്, ഒരു വിഭാഗം അംഗങ്ങൾ ഉന്നയിച്ചത്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞാൽ അത് നിയമപരമായി നിൽക്കുമോ? കേരള സർവകലാശാലയുടെ ഈ സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനാവില്ല. ഇതിനകത്ത് എവിടെയും അങ്ങനെയില്ല. അത് സംബന്ധിച്ച് ഉചിതമായ നടപടി സർക്കാർ എടുക്കും. സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അഫിലിയേഷൻ കമ്മിറ്റിയുടെ കൺവീനർ സിൻഡിക്കേറ്റിൽ അവതരിപ്പിച്ച പ്രമേയത്തിൽ ഗവൺമെന്റിനോടും മാനേജ്മെന്റിനോടും പ്രിൻസിപ്പലിനെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെടുവാൻ മാത്രമാണ് പറഞ്ഞിരുന്നത്. അത് അപ്രായോഗികമാണ്. കൃത്യമായും പ്രിൻസിപ്പലിനെ മാറ്റി നിർത്താൻ മാനേജ്മെന്റിനോടും ഗവൺമെന്റിനോടും ആവശ്യപ്പെടണം എന്നാണ് UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടത്. സിൻഡിക്കേറ്റ് കൈക്കൊണ്ട മറ്റു സുപ്രധാന തീരുമാനങ്ങൾ ഇപ്രകാരമാണ്. ലക്ഷ്മി നായരുടെ ഭാവി മരുമകളായ അനുരാധയുടെ ഹാജരും ഇന്റേണൽ മാർക്കും സംബന്ധിച്ചുള്ള വിഷയം പരീക്ഷാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ച് നടപടി സ്വീകരിക്കും. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിച്ചു. കോളേജിലെ വനിതാ ഹോസ്റ്റലിലെ CCTV ക്യാമറകൾ അടിയന്തരമായി നീക്കം ചെയ്ത് വിദ്യാർത്ഥിനികളുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാത്ത തരത്തിൽ പുനഃക്രമീകരിക്കാനും സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 5 ദിവസത്തിനകം ഉപസമിതിക്ക് നൽകണം. പരീക്ഷാ സമയത്ത് ഹോസ്റ്റൽ അടച്ചിടരുതെന്നും വിദ്യാർത്ഥികളെ പുറത്താക്കരുതെന്നും സിൻഡിക്കേറ്റ് നിർദ്ദേശിച്ചു. നിയമവിദ്യാഭ്യാസ ചട്ടങ്ങൾ ഉടച്ചുവാർക്കാനും ഇന്റേണൽ മാർക്ക് നൽകുന്നതിന് മാനദണ്ഡമുണ്ടാക്കാൻ ഉപസമിതിയെയും സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം ലോ അക്കാദമിയിൽ ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് മാറുന്നതുവരെ സമരം ചെയ്യുമെന്ന് വിദ്യാർത്ഥികൾ. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി S. ജീവൻകുമാർ ചേരുന്നു. ജീവൻ, ഉപസമിതി റിപ്പോർട്ട് ചർച്ച ചെയ്ത് സിൻഡിക്കേറ്റിന്റേതായ കൃത്യമായ തീരുമാനങ്ങളും നിലവിൽ വന്നിട്ടുണ്ട്. എന്നാൽ ലക്ഷ്മി നായരെ പുറത്താക്കും വരെ സമരവുമായി മുന്നേറുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണോ വിദ്യാർത്ഥികൾ? അരുൺ, സമരം 19ാം ദിവസത്തിലേക്ക് കടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ലോ അക്കാദമിയുടെ മുന്നിലാണ്. ഇവിടെ എനിക്ക് പിന്നിലായി കാണുന്ന സമരപന്തലുകളിലാകെ വിദ്യാർത്ഥികൾ ഇപ്പോഴും അവർ സമരം കിടക്കുകയാണ്. അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഈ കാര്യത്തിൽ ഉണ്ടാവുക സാധ്യമല്ല. ഇതിൽ പ്രധാനമായും പരമപ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യമെന്നത് ലക്ഷ്മി നായർ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് മാറുക എന്നത് തന്നെയാണ്. അതിൽ കുറഞ്ഞുള്ള ഒരു ഒത്തുതീർപ്പിനും അവർ തയ്യാറല്ല എന്ന മുദ്രാവാക്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനം പുറത്തു വന്ന സാഹചര്യത്തിൽ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ഇന്ന് സിൻഡിക്കേറ്റ് തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. അവർ ലക്ഷ്മി നായരുടെ കോലം കത്തിക്കുകയും ഒപ്പം പേരൂർക്കട ജംഗ്ഷനിലേക്ക് പ്രകടനം നടത്തി കോലം കത്തിക്കുകയും ചെയ്തു. അതിനുശേഷം എന്നാൽ SFI ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞു. കാരണം തങ്ങളുടെ നിലപാട്, തങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം ഈ കാര്യത്തിൽ സിൻഡിക്കേറ്റ് പരിഗണിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തങ്ങൾ മുന്നോട്ട് വെച്ചിരുന്ന എല്ലാ ആവശ്യങ്ങളും ഈ കാര്യത്തിൽ പരിഗണിക്കുന്നതിന് മുന്നോടിയായി കൂടിയാണ് ഇപ്പോൾ ഈ സമരം. ഇതിൻ്റെ സിൻഡിക്കേറ്റ് തങ്ങൾ മുന്നോട്ട് വെച്ച പല തീരുമാനങ്ങളും അംഗീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പരമപ്രധാനമായുള്ളത് ഇന്റേണൽ മാർക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനമായിരുന്നു. അതിൽ ഇന്റേണൽ മാർക്ക് ഇനി മേലിൽ അടുത്ത 5 വർഷത്തേക്ക് പരീക്ഷാ നടപടികളിൽ ഇടപെടാൻ കഴിയാത്ത വിധം സിൻഡിക്കേറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ നടപടികളിൽ ഇടപെടാൻ കഴിയാത്ത വിധം ലക്ഷ്മി നായരെ ഡിബാർ ചെയ്യുകയും ചെയ്തു. അതടക്കമുള്ള പ്രധാനപ്പെട്ട സമരം തുടങ്ങിയ ഘട്ടത്തിൽ ഉയർത്തിയിരുന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ ഇവിടെ അംഗീകരിക്കപ്പെട്ടതായി പൊതുവിൽ കരുതപ്പെടുന്നു. പക്ഷേ എന്നാലും പരമപ്രധാനമായുള്ള പ്രധാന മുദ്രാവാക്യം ലക്ഷ്മി നായർ ഇതിൻ്റെ പ്രിൻസിപ്പൽ പദവിയിൽ നിന്ന് മാറി നിൽക്കുക എന്നത് തന്നെയാണ്. അത് തീരുന്നതുവരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് വിദ്യാർത്ഥികൾ തയ്യാറല്ല എന്നതാണ് ഏറ്റവും പരമപ്രധാനമായി അവർ ഇപ്പോൾ മുൻപോട്ട് വെക്കുന്നത്. വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉച്ചയ്ക്ക് ഇവിടെ ക്യാമ്പസിലെത്തിയിരുന്നു.
വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യത്തിന് അനുഭാവപൂർവമായ പരിഗണന തന്നെയാണ് നൽകുന്നത്. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഒപ്പം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾ മുൻപോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനോട് യോജിക്കാനുമാവില്ല എന്ന നിലപാടാണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം സമരങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ എത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് BJP-യുടെ ദേശീയ നിർവാഹക സമിതി അംഗം ജീവൻകുമാറാണ് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ലോ അക്കാദമിയിലെ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒത്തുതീർപ്പിന് മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് കോടിയേരി ആവശ്യപ്പെട്ടു. സമരം സർക്കാർ വിരുദ്ധ സമരമാക്കാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതായും കോടിയേരി പറഞ്ഞു. ഈ സമരത്തെ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്ന ന്യായമായ പ്രശ്നങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങളായി കണ്ട്, കോളേജിന്റെ പ്രശ്നങ്ങളായി കണ്ട് അതിനിടപെടുകയാണ് വേണ്ടത്. അതിനു പകരം ഇതിനെ ഒരു രാഷ്ട്രീയ സമര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കം അത് കരുതിയിരിക്കുകയും വിദ്യാർത്ഥി സമരം വിജയിപ്പിക്കുകയും വേണം. അതിനാവശ്യമായി വിദ്യാർത്ഥികൾ നടത്തിവരുന്ന ഈ പ്രക്ഷോഭങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ ഈ സന്ദർഭത്തിൽ പ്രഖ്യാപിക്കുന്നു. കേരള സർവകലാശാലയ്ക്ക് കീഴിലെ വിവിധ ലോ കോളേജുകളിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. 9ാം സെമസ്റ്റർ പരീക്ഷയാണ് 10 ദിവസത്തേക്ക് മാറ്റിവെച്ചത്. SFIയുടെ സെനറ്റ് അംഗങ്ങൾ നൽകിയ നിവേദനത്തെ തുടർന്നാണ് പരീക്ഷകൾ മാറ്റിവെക്കാൻ തീരുമാനമായത്. ലോ അക്കാദമി പ്രശ്നത്തിൽ ഗവർണർ വൈസ് ചാൻസലറോട് റിപ്പോർട്ട് തേടി. അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവർണർ ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കത്തിന്മേലാണ് നടപടി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIക്ക് വിജയം. മുഴുവൻ സീറ്റിലും ജയിച്ചാണ് 3 വർഷത്തിന് ശേഷം SFI സർവകലാശാല യൂണിയൻ തിരിച്ചുപിടിക്കുന്നത്. SFIയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ SFI MSF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. സർഗവസന്തം തിരിച്ചുപിടിക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFI തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 10ൽ 8 സീറ്റിലും വിജയിച്ചാണ് 3 വർഷത്തിന് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ SFI യൂണിയൻ പിടിച്ചെടുത്തത്. ചെയർമാനായി തൃശൂർ കൂർക്കഞ്ചേരി JPE ട്രെയിനിംഗ് കോളേജ് വിദ്യാർത്ഥി VP ശരത് പ്രസാദും ജനറൽ സെക്രട്ടറിയായി പട്ടാമ്പി ശ്രീനീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ വിദ്യാർത്ഥി AN നീരജും തിരഞ്ഞെടുക്കപ്പെട്ടു. മലബാർ ക്രിസ്ത്യൻ കോളേജിലെ M അജയ്ലാലും വളാഞ്ചേരി MESലെ EM സജിതയും വൈസ് ചെയർമാൻമാരായി വിജയിച്ചു. 73 കൗൺസിലർമാരുടെ ഭൂരിപക്ഷത്തിലായിരുന്നു SFI പാനലിന്റെ വിജയം. കാലത്തിന്റെ അനിവാര്യതയാണ് ക്യാമ്പസിലെ വിജയമെന്ന് SFI സംസ്ഥാന സെക്രട്ടറി M വിജിൻ പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾ അവർ SFIയോടൊപ്പമാണ്. അവർ നെഞ്ചേറ്റുന്ന പ്രസ്ഥാനം SFI ആണ്. ആ വിജയം തന്നെയാണ് നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും യൂണിയൻ പിടിച്ചെടുത്തതോടെ സംസ്ഥാനത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളും SFIയുടെ നിയന്ത്രണത്തിലായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുനന്ദ പുഷ്കറിന്റെ മരണകാരണം അവ്യക്തമെന്ന മെഡിക്കൽ റിപ്പോർട്ട്. മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച പുതിയ വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിലാണ് മരണകാരണത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാത്തത്. സുനന്ദയുടെ മരണം വിഷം ഉള്ളിൽ ചെന്ന് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ആന്തരിക അവയവങ്ങൾ കൂടുതൽ പരിശോധനയ്ക്കായി FBIക്ക് അയച്ചിരുന്നു. മരണം വിഷം മൂലമാകാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എങ്കിലും റേഡിയോ ആക്റ്റീവ് കെമിക്കലുകളല്ല മരണകാരണമെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് BJPയുടെ പ്രകടന പത്രിക. ഉത്തർപ്രദേശിലെ മുഴുവൻ അറവുശാലകളും അടച്ചുപൂട്ടുമെന്നും മുത്തലാഖ് വിഷയത്തിൽ സ്ത്രീകളുടെ അഭിപ്രായം തേടുമെന്നും BJP. നോട്ട് പിൻവലിക്കലിലെ എതിർപ്പ് മറികടക്കാൻ വൻ ആകർഷക വാഗ്ദാനങ്ങളും UP പ്രകടന പത്രികയിൽ BJP ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 15 വർഷത്തിന് ശേഷം UPയിൽ അധികാരം ലക്ഷ്യമിടുന്ന BJP വൻ വാഗ്ദാനങ്ങളുടെ പ്രകടന പത്രികയാണ് പുറത്തിറക്കിയത്. 3-2 അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പ്രകടന പത്രികയിൽ BJP വ്യക്തമാക്കി. മുത്തലാഖ് വിഷയത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകളുടെയും അഭിപ്രായം ആരാഞ്ഞ് സുപ്രീം കോടതിയിൽ നൽകുമെന്നും BJP അവകാശപ്പെട്ടു. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിലെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ വൻ ആകർഷക ജനകീയ പദ്ധതികളും പ്രകടന പത്രികയിൽ BJP ഉൾക്കൊള്ളിച്ചു. സംസ്ഥാനത്തെ എല്ലാ കാർഷിക വായ്പകളും എഴുതിത്തള്ളും. അധികാരത്തിലേറിയ ശേഷം പലിശരഹിത കാർഷിക വായ്പ നൽകുമെന്നും 90% യുവാക്കൾക്കും ജോലി ഉറപ്പു നൽകുമെന്നും പ്രകടന പത്രികയിൽ BJP പറയുന്നു. വീട് വയ്ക്കാൻ 6 ലക്ഷം രൂപ, BPL വിഭാഗക്കാർക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ്, എല്ലാ വീടുകളിലും വൈദ്യുതി, LPG ശൗചാലയം എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ. 300 സീറ്റുകൾക്ക് മുകളിൽ പാർട്ടി നേടുമെന്നും അധ്യക്ഷൻ അമിത്ഷാ പ്രകടന പത്രിക പുറത്തിറക്കവേ ലക്നൌവിൽ പറഞ്ഞു. മതത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രചരണം പാടില്ലെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശാസനകൾക്കിടയിലാണ് രാമക്ഷേത്ര നിർമ്മാണം പ്രകടന പത്രികയിലും BJP ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. BJP നേതാക്കളുടെ പ്രസ്താവനകൾ പോലെ പ്രകടന പത്രികയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനു ശങ്കരൻ, ദില്ലി.
KPCC വിശാല നിർവാഹക സമിതി യോഗത്തിൽ നേതാക്കൾക്ക് AK ആന്റണിയുടെ രൂക്ഷ വിമർശനം. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കൾ പാർട്ടിക്ക് വേണ്ടെന്നും ആന്റണി തുറന്നടിച്ചു. പാർട്ടിയില്ലെങ്കിൽ നേതാക്കളില്ലെന്ന് ഓർക്കണമെന്നും ആന്റണി ഓർമ്മിപ്പിച്ചു. പാർട്ടിയിൽ നിന്ന് പോയാൽ എല്ലാം നഷ്ടപ്പെടുമെന്നായിരുന്നു ഉമ്മൻചാണ്ടിയെ ലക്ഷ്യമിട്ടുള്ള ആന്റണിയുടെ പരോക്ഷ വിമർശനം. പാർട്ടിയില്ലെങ്കിൽ ആരുമില്ല, കാലിനടിയിലെ മണ്ണ് BJP കൊണ്ടുപോകുന്നു. രാത്രി RSSും പകൽ കോൺഗ്രസുമാകുന്ന നേതാക്കളെ ഇനി ആവശ്യമില്ല. ഉറച്ച മതേതര മുഖമുള്ള നേതാക്കൾ ഉണ്ടാകണം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ അതേ സാഹചര്യം നിലനിൽക്കുന്നുവെന്ന് സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തിരിച്ചടി തെളിയിക്കുന്നുവെന്നും ആന്റണി പറഞ്ഞു. ഹൈക്കമാൻഡ് അനാഥമായെന്നായിരുന്നു മുതിർന്ന നേതാവ് MM ജേക്കബിന്റെ വിമർശനം. നേരത്തെ അവിടെ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു, ഇപ്പോൾ ആരുമുള്ളതായി തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ സാഹചര്യം മനസ്സിലാക്കാതെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതെന്നും MM ജേക്കബ് വിമർശിച്ചു. ഐക്യത്തോടെ മുന്നോട്ടു പോകുമെന്ന് സുധീറിന്റെ പ്രതികരണം. പുനഃസംഘടനാ നടപടികൾ AICC നിർദ്ദേശമനുസരിച്ച് മുന്നോട്ടു പോകും. പുനഃസംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടർ ചർച്ചകളുമായി നീണ്ടുപോയി. അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതിക്ക് രൂപം കൊടുത്തത്. അതുകൊണ്ട് KPCC നിർവാഹക സമിതി ചേരുന്നതിലൊരു ഇടവേള ഉണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ പാർട്ടിയുടെ സർവ്വ ഘടകങ്ങളെയും കൂടുതൽ സജീവമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ലോ അക്കാഡമിയുടെ ഭൂമിയും കോളേജും സർക്കാർ ഏറ്റെടുക്കണമെന്ന് KPCC പ്രമേയം പാസാക്കി. 7 മാസത്തിനു ശേഷം ചേർന്ന KPCC യോഗത്തിൽ ഉമ്മൻചാണ്ടിയും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 2017 മിസ് സൗത്ത് ഇന്ത്യ കിരീടം തമിഴ്നാടിന്റെ ബവിത്ര ബിക്ക്. കോഴിക്കോട് സ്വദേശി രേഷ്മ RK നമ്പ്യാരാണ് ഫസ്റ്റ് റണ്ണറപ്പ്. കർണാടകത്തിന്റെ വർണ്ണ സമ്പത്ത് സെക്കൻഡ് റണ്ണറപ്പായി. മുൻ മിസ് സൗത്ത് ഇന്ത്യ വിജയിയെ കിരീടം അണിയിച്ചു. ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 18 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. സിനിമാ താരങ്ങളും മോഡലുകളുമായ സഞ്ജയ് കുമാർ അസ്റ്റാനി, വാണിശ്രീ ഭട്ട്, രാജീവ് പിള്ള, കൗശൽ മന്ദ, മാധ്യമപ്രവർത്തക ടോഷ്മ ബിജു എന്നിവരടങ്ങിയ ജഡ്ജിംഗ് പാനലാണ് വിജയിയെ തെരഞ്ഞെടുത്തത്.